വൈദ്യുതി നിരക്ക് വർധനയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ്. കുറഞ്ഞ നിരക്കിൽ 25 വർഷത്തേക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത് അദാനി കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന അഴിമതിയാണെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയത്. UDF സർക്കാരിന്റെ കാലത്ത് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി 10.25 രൂപ മുതൽ 14 രൂപ നിരക്കിലാണ് ഇപ്പോൾ വാങ്ങുന്നതെന്നും 4 അദാനി കമ്പനികളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നതെന്നും പറഞ്ഞ അദ്ദേഹം റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും ചേർന്ന് നടത്തുന്ന അഴിമതിയാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചു. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ ഒഴിവാക്കി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനമാണ് ബോർഡിനെ കടക്കെണിയിലാക്കിയത്. യൂണിറ്റിന് 4 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള 25 വർഷത്തേക്കുള്ള ദീർഘകാല കരാർ 2016 അന്നത്തെ വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദാണ് ഒപ്പുവെച്ചത്. അത് റദ്ദാക്കി യൂണിറ്റിന് 10 മുതൽ 14 രൂപ വരെ വിലയ്ക്ക് കറണ്ട് വാങ്ങാൻ 4 അദാനി കമ്പനികളുമായി സംസ്ഥാനം കരാറുണ്ടാക്കി. 465 മെഗാവാട്ട് വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്ന കരാർ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് ഒത്തുകളിയാണ്. മുൻ വൈദ്യുതി മന്ത്രി M മണിയാണ് റെഗുലേറ്ററി കമ്മീഷൻ അംഗം. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. വൈദ്യുതി ബോർഡിന് പഴയ കരാർ കൊണ്ട് 800 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഈ കേരളം ലോഡ് ഷെഡിംഗിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നതാണ് സത്യം. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുക, ഈ കരാർ റദ്ദാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം 10 മുതൽ 12 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത്. ഏകദേശം 3200 രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്തു വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2040 വരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന സാഹചര്യം, ആ ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കാനും. അതേസമയം രണ്ടാം പിണറായി സർക്കാർ തുടർച്ചയായ 3ാം വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടിയത് ജനങ്ങൾക്കുള്ള ഇരുട്ടടിയായ എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം 20 പൈസയും അതിന് മുൻപത്തെ വർഷം 25 പൈസയും വർദ്ധിപ്പിച്ചിരുന്നു. ഒരു സർക്കാർ തുടർച്ചയായി 3 വർഷവും വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഒരു യൂണിറ്റിന് ഈ വർഷം 16 പൈസയും അടുത്ത വർഷം 12 പൈസയും കൂടും. 2026-27 നിരക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. 2.3% ശരാശരി വർധന. ഡിസംബർ 5 മുതൽ പ്രാബല്യത്തിലായി കഴിഞ്ഞു. കാർഷിക വൈദ്യുതി നിരക്ക് നിലവിലെ 2.30 രൂപ 2.35 ആകും. അടുത്ത വർഷം വീണ്ടും 5 പൈസ കൂടുന്നതാണ്. വ്യവസായങ്ങൾക്ക് 2% നിരക്ക് വർദ്ധിപ്പിച്ചു. അതായത് അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ 28 പൈസ കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ നിരക്ക് വർധനമാണ് അടുത്ത സാമ്പത്തിക വർഷം പ്രതിഫലിക്കുക. 1.5 ലക്ഷത്തോളം ചെറുകിട വ്യവസായികൾക്ക് പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് 10% കിഴിവ് നൽകും. വീടുകളിൽ മാസം 250 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നവരിൽ നിന്ന് രാത്രിയും പകലും വ്യത്യസ്ത നിരക്കും വാങ്ങും. ഈ നിരക്ക് KCB നിശ്ചയിക്കും. ജനുവരി മുതൽ മെയ് വരെ വേനൽക്കാല നിരക്കായി യൂണിറ്റിന് 10 പൈസ വീതം അധികം വാങ്ങണമെന്ന KCBയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. മീറ്റർ വാടക ഇത്തവണ കൂട്ടിയില്ല. ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ബില്ലും നൽകും. KCB ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത്. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തേക്ക് വേനൽക്കാല നിരക്കായി 10 പൈസ KCB അധികം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിരുന്നില്ല. ചെറുകിട വ്യവസായങ്ങൾക്ക് 5 പൈസ വീതം 2 വർഷവും കൂടും. വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം 10 പൈസയും അടുത്ത വർഷം 5 പൈസയും കൂടുന്നതാണ്. വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധന 15 പൈസ മുതൽ 25 പൈസ വരെയാണ്. വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ചാർജ് 2 വർഷത്തേക്കും 5 മുതൽ 30 വരെ കൂട്ടി. ഇത് ചെറുകിട വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കൂടില്ല. പെട്ടിക്കടകൾക്ക് 5 പൈസ കൂടും. ഈ വർഷത്തെ നിരക്കുകൾ 2025 മാർച്ച് 31 വരെയാണ് ബാധകം. അടുത്ത വർഷത്തെ നിരക്കുകൾ 2027 മാർച്ച് 31 വരെ തുടരുന്നതാണ്. ഇതോടൊപ്പം കാലാകാലമുള്ള സർചാർജും നൽകേണ്ടി വരും. ഡിസംബറിൽ ഇത് യൂണിറ്റിന് 15 പൈസയാണ്. മീറ്റർ വാടക കൂട്ടില്ല. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവരുടെ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഉൽപ്പാദകർ രാത്രിയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കൂടിയ നിരക്ക് കണക്കാക്കണമെന്ന ആവശ്യവും തള്ളി.
വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കി. ചാർജിംഗ് നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇത്. വീടുകളിലെ വൈദ്യുതി ബില്ലിൽ 2 മാസത്തിൽ ഒരിക്കൽ ഏകദേശം 14 രൂപ മുതൽ 300 രൂപ വരെ വർധനയുണ്ടാകും. എന്നാൽ കാലാകാലം അനുവദിക്കുന്ന സർചാർജും 10% വൈദ്യുതി ഡ്യൂട്ടിയും കണക്കാക്കുമ്പോൾ ഇതിലും കൂടും.